السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 10 അത് ഏറെക്കുറെ വിട ആയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. റമദാനിൽ ഒരു റമദാൻ കൂടി നമുക്ക് അധികം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പടച്ചോൻ നൽകണ വലിയ തൗഫീഖാണ്. ഈ റമദാന് ഒരു 55 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു 65-70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രായപൂർത്തി എത്തുന്ന 15 വർഷം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഒരു 45 കൊല്ലം അല്ലെങ്കിൽ ഒരു 35 കൊല്ലം 55 കൊല്ലമൊക്കെ ഒരു റമദാൻ ഓരോ വർഷത്തിലായിട്ട് കിട്ടിയ അത്ര റമദാനുകളെ കിട്ടുള്ളൂ. റമദാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും നമ്മുടെ ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാനാണോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ അമലുകൾ നന്നാക്കാൻ ശ്രമിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, വിടവാങ്ങുന്നവൻ്റെ നിസ്കാരം നിസ്കരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം. നിസ്കാരം നമ്മൾ ഒരു വട്ടം നിർബന്ധമായിട്ടുള്ള നിസ്കാരം എത്ര വട്ടം നിസ്കരിക്കും? 5 നേരം കുറഞ്ഞത് നിർബന്ധ നിസ്കാരം നമ്മൾ നിസ്കരിക്കും. ആ നിസ്കാരത്തെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ. ഒരു ദിവസം 5 നേരം നിർബന്ധ നിസ്കാരം നിസ്കരിച്ച ഒരു മാസത്തിൽ കുറഞ്ഞത് ഒരു 150 തവണയെങ്കിലും നമ്മൾ നിസ്കരിക്കും, നിർബന്ധ വക്ത് മാത്രം. ഒരു വർഷം അങ്ങനെ നോക്കുമ്പോൾ അത്രമേൽ ഒരു 5000-ലധികം തവണ നമ്മൾ നിസ്കരിക്കും. അങ്ങനെ ആവർത്തിച്ച് വരുന്ന നിസ്കാരത്തെ കുറിച്ച് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സ്വല്ലി സ്വലാത്ത് മുവദ്ദിഇൻ. അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ ഒരു തവണ മാത്രം നമുക്ക് ലഭിക്കണം റമദാൻ. നമ്മളെ എത്രമേൽ ഗൗരവത്തിൽ കാണാം. ഈ റമദാൻ കഴിഞ്ഞ് നമുക്ക് ഇനി റമദാൻ ഇല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തും. അങ്ങനെ കണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഈ കഴിഞ്ഞ റമദാൻ നമ്മോടൊപ്പം ഒരുമിച്ച് കൂടിയ പലരും ഈ റമദാനിൽ നമ്മളോടൊപ്പം ഇല്ല. ഈ റമദാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നവരും ഈ 10ാമത്തെ റമദാൻ എത്തുമ്പോൾ നമ്മളെ കൂടെ ഇല്ലാത്തവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് നമ്മളും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അജല് തന്നു, നമ്മളങ്ങനെ നീണ്ടു പോകണം. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് കൊണ്ട് ഇപ്പം എല്ലാ ദിവസവും ദീന് പഠിക്കാൻ വേണ്ടി ഇരിക്കണ ഒരു കൂട്ടരാണ് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ദീന് പഠിക്കുന്തോറും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളപ്പോൾ ഓരോ ഇവിടെ വന്ന് നിങ്ങൾ ഇരുന്ന് എണീറ്റ് പോകുമ്പോഴും നിങ്ങളിവിടെ വന്ന് ഇരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറെ കൂടി സ്വർഗം അടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അടുപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം ഉസ്താദ് സലാഹുദ്ദീൻ സലാഹി പറഞ്ഞതുപോലെ എന്താണ് വിഷയം? എന്താണ്? ബിദ്അത്താണ് വിഷയം. ബിദ്അത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മൾ പദം കേട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും എന്താണ് ബിദ്അത്ത്? ബിദ്അത്തിന്റെ ഗൗരവം എന്താണ്? ബിദ്അത്ത് വരുന്ന വഴികൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് ചെറിയ രൂപത്തിൽ പറഞ്ഞു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അത് പറയാനും യഥാവിധം അത് മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏകെ അനുഗ്രഹിക്കട്ടെ. ഒന്നാമതായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയതാണ്. മലയാളം ഭാഷ പോലെ ഒരു ഭാഷയാണല്ലോ അറബി. അപ്പൊ ബിദ്അത്ത് എന്ന് അറബി പറഞ്ഞാൽ ബദഅ എന്ന് പറഞ്ഞാൽ പുതിയതായി, ഇന്നലെ ഇല്ലാത്ത ഇന്നും പുതിയതായിട്ട് ഉണ്ടായി വന്നാൽ അതൊക്കെയും ഭാഷയിൽ ബിദ്അത്താണ്.
ഭാഷയിൽ അത് ബിദഅത്താണ്. ഇപ്പം മൈക്ക്, പണ്ട് കാലങ്ങളിൽ മൈക്കില്ല, മൈക്കിനെ പറ്റി ഭാഷയിൽ ബിദഅത്താണെന്ന് പറയും. ലൈറ്റ്, പണ്ട് കാലങ്ങളിൽ ലൈറ്റ് ഇല്ല, ഭാഷയിൽ ബിദഅത്ത് എന്ന് പറയും. ഇപ്പോൾ സൈക്കിളൊക്കെ പഴഞ്ചനായി. പണ്ട് സൈക്കിളൊക്കെ പുതുതായിട്ട് വന്ന സമയത്താണെങ്കിൽ നമുക്ക് സൈക്കിളിന് ബിദഅത്താണ് എന്ന് അങ്ങനെ പറയാം. പുതിയതായി എന്തുണ്ടാവണോ അതൊക്കെയും ഭാഷയിൽ ബിദഅത്ത് എന്ന് പറയും. നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച മതത്തിലെ ബിദഅത്താണ്. മതത്തിലെ ബിദഅത്ത്, മതത്തിൽ പുതുതായി ഉണ്ടാകുന്നത് അതേതാ? അഥവാ നമ്മൾ ദീനിൻ്റെ പേരിൽ ചെയ്യണ ഏതൊരു അമലും ഏതൊരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനയുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ച് നിയ്യത്ത് റെഡിയാവണം. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് ചെയ്യണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. ഏത് അമല് ചെയ്യണം. ഇപ്പം നിങ്ങളൊരു അമലിനാണ് വന്നത്, നിങ്ങളൊരു വിഭാഗത്തിലാണ്, ദീൻ പഠിക്കാന്നുള്ള വിഭാഗത്തിലാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തത് നിയ്യത്ത്. ഒന്നാമത്തെ നിബന്ധന ശരിയാവാൻ നിങ്ങളെ നിയ്യത്ത് നന്നാക്കണം. അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച്. ഈ പറഞ്ഞ ഇന്ന് ഇരുത്തത്തിൽ എണീറ്റ് പോകുന്നതിൽ എൻ്റെ ലക്ഷ്യം എൻ്റെ സ്വർഗമാണ്, എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയാണ്. അതാണ് ഒന്നാമത്തെ നിബന്ധന ഏത് അമലിന്. രണ്ടാമത്തെ നിബന്ധന എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനോട് യോജിച്ച രൂപത്തിലാവണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൊണ്ടുവന്ന ഒരു ദീനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സ്വഹാബാക്കൾക്ക് വിട്ടുപോയ ഒരു അഖീദ ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു കർമ്മമുണ്ട്, ഒരു മതമുണ്ട്. അതാണ്, അതിനോട് യോജിച്ച രൂപത്തിലാകണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ട സമൂഹം, അവർക്ക് അള്ളാഹുവിനെ അറിയായിരുന്നു. അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരല്ല. അവരിൽ നല്ലൊരു വിഭാഗവും അള്ളാഹു എന്ന അസ്തിത്വത്തെ നിഷേധിച്ചവരല്ല അവർ. പിന്നെ അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുണ്ടായ പ്രശ്നം, ബദർ യുദ്ധം, ഉഹദ് യുദ്ധം ഉണ്ടായതൊക്കെ എന്തിനാണ്? അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രം ദഅവത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു അഖീദ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിനെ പരിചയമുണ്ടായിരുന്നു, അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിരുന്നു എന്ന് അറിയിക്കണം ഒരുപാട് പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഒരു കടലിൽ ഒറ്റപ്പെട്ടു പോയാൽ ഒരു അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. കരയിലെത്തിയാൽ ഒരു ശിർക്കും ചെയ്യും. ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അവർ അള്ളാഹ് എന്ന് പറയും. അങ്ങനെ സമാനമായ ഒരുപാട് പരാമർശങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സമൂഹത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് റസൂലുള്ള യഥാർത്ഥ ഇസ്ലാം ദീനിൻ്റെ അഖീദ, വിശ്വാസം അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മതത്തിൻ്റെ കർമ്മങ്ങൾ, ശരീഅത്ത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് സഹാബകൾ ഘട്ടമായിട്ട് ദീനിനെ പരിപൂർണമാക്കി കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമാക്കിയ ഒരു ദീനുണ്ട്, ഒരു മതമുണ്ട്. ആ മതം അതിനോട് എതിരാവണ രൂപത്തിൽ നമുക്ക് മതം ആചരിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ മതത്തിനോട് എതിരാവണ രൂപത്തിൽ നമുക്ക് മതം ആചരിക്കാൻ പറ്റും. അത് വിശ്വാസവും പറ്റൂല. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ വിശ്വാസം നമുക്ക് പറ്റൂല, ഒരു പുതിയ കർമ്മം പറ്റൂല. പഠിപ്പിച്ച കർമ്മത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കോലത്തിലാകാൻ പറ്റൂല. പഠിപ്പിച്ച കോലത്തിൽ ചെയ്യണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ നിബന്ധന. ഒന്ന് നിയ്യത്ത് നന്നാവണം ഏത് അമലിനും. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനോട് യോജിച്ച രൂപത്തിലാവണം. അതിന് വിയോജിച്ച രൂപത്തിലായാൽ, നേരെ എതിരായാൽ, അപ്പം നമ്മൾ മതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒന്ന് പുതിയതായിട്ട് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു ദീനിൽ പഠിപ്പിക്കാത്തൊന്ന് പുതിയതായിട്ട് ചെയ്തു. അപ്പോൾ അവിടെ ബിദ്അത്ത് വരും. ആ ബിദ്അത്ത് ഭയങ്കര ഗൗരവമാണ്, വളരെ ഗൗരവമാണ് ബിദ്അത്ത്. പല മനുഷ്യരും പല നമ്മുടെ നാടടക്കം മനുഷ്യരും അതിൻ്റെ വിഷയത്തിൽ അശ്രദ്ധരാണ്. ബിദ്അത്ത് ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ പറ്റിയിട്ട് നെവർ മൈൻഡാണ്. ഒരു വേള കള്ളുകൂടിയ ശ്രദ്ധിക്കുന്ന ശ്രദ്ധ പോലും ബിദ്അത്തിൻ്റെ വിഷയത്തിലില്ല. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നതിന് സൂക്ഷിക്കുന്ന സൂക്ഷ്മത പലപ്പോഴും ബിദ്അത്തിൻ്റെ വിഷയങ്ങളിലില്ല. എന്നാൽ സുഫിയാൻ സൗരി റഹ്മഹുല്ല പറഞ്ഞത്, ഇബ്ലീസിന് അഹബ്ബു ഇലാ ഇബ്ലീസ് എന്നാണ്. അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ എന്നാണ്. തിന്മ ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്ത് ചെയ്യാൻ. തിന്മ ചെയ്യുന്നതിനേക്കാൾ ശൈത്താന് ഇഷ്ടം ബിദ്അത്ത് ചെയ്യാൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ശൈത്താന് വഴിതെറ്റിക്കണ ഓർഡർ നോക്കുകയാണെങ്കിൽ ശൈത്താൻ ഒന്നാമത് മനുഷ്യന്മാരെ നോക്കുന്നത് ഒരു ശിർക്കിൽ അകപ്പെടുത്താൻ പറ്റുമെന്നാണ്. അതിൽ വിജയിച്ച ശൈത്താൻ അങ്ങനെ മനുഷ്യന്മാരെ വഴിതെറ്റിപ്പിക്കും. അത് കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമത് നോക്കണം എന്താ?
വിദ്യാർത്ഥിയിൽ ഷിർക്കിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല, അതിനവന് വിജയിച്ചു പോയാൽ പിന്നെ സെക്കൻഡ് നോക്കണത് വിദ്യാർത്ഥിയിൽ അവനെ അകപ്പെടുത്താൻ പറ്റുമെന്നാണ്. ആ വിദ്യാർത്ഥിയിൽ അതിലും ഒരു മനുഷ്യനെ അകപ്പെടുത്തുന്നതിൽ ശൈത്താൻ പരാജയപ്പെട്ടാലാണ് പിന്നെ വൻപാപങ്ങൾ കബായിർ അതിലേക്ക് വഴിതെറ്റിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതും കഴിഞ്ഞിട്ടാണ് ചെറിയ കുറ്റങ്ങൾ, ചെറിയ തിന്മകൾ അവൻ്റെ ജീവിതത്തിൽ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓർഡർ ഇങ്ങനെ പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചതാണ്. അപ്പോൾ ബിദ്അത്തിന് അത്രമേൽ ഗൗരവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അള്ളാഹുവിൻ്റെ ദീനിൽ പുതിയതായി ഒന്ന് കൊണ്ടുവരാൻ അനുവാദമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്കും ജിന്നുകൾക്കും പ്രവാചകനായിട്ടുള്ള റസൂലാണ്. അതിനൊരൊറ്റ സംഭവം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നല്ലോ. ഹിജ്റ വരുന്നതിന് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബിലയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നത് മസ്ജിദുൽ അഖ്സയാണ്. മസ്ജിദുൽ അഖ്സയാണ് ഖിബില. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ മസ്ജിദുൽ അഖ്സയെ ഖിബിലയാക്കും. പക്ഷെ എങ്ങനെ ഖിബിലയാക്കാന്നറിയോ? കഅബയുടെ നേരെ പിന്നിൽ പോയി നിന്നിട്ടാണ് മസ്ജിദുൽ അഖ്സയെ ഖിബിലയാക്കുക. മസ്ജിദുൽ അഖ്സ ആയിരിക്കും ഖിബില ആക്കണം, പക്ഷെ കഅബയുടെ പിന്നിൽ നിന്നിട്ടായിരിക്കും. അപ്പോൾ അതിലൂടെ എന്ത് കിട്ടും? കഅബയെയും ഖിബിലയായിട്ട് കിട്ടും, മസ്ജിദുൽ അഖ്സയെയും ഖിബിലയായിട്ട് കിട്ടും. കഅബയുടെ പിന്നിലിരുന്ന് മസ്ജിദുൽ അഖ്സയെ ഒന്ന് വെച്ചിട്ട് ലക്ഷ്യമാക്കി ദിശ ആക്കി സ്വീകരിക്കും. അപ്പോൾ രണ്ടും കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയോടുള്ള ഇഷ്ടമാണ്. അങ്ങനെയാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഹിജ്റ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയായിട്ട് ഹിജ്റ ചെയ്ത് മദീനത്ത് പോയി. മദീനത്ത് പോയപ്പോൾ ഇത് പറ്റൂല. കാരണം കഅബ മക്കയുടെയും അഖ്സയുടെയും നടുവിലായിട്ടാണ് മദീന വരണത്. അപ്പോൾ രണ്ടാലൊന്നേ കിട്ടുള്ളൂ. ഒന്നുകിൽ കഅബയെ ഖിബിലയാക്കണം, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയെ ഖിബിലയാക്കണം. രണ്ടും കൂടി എടുക്കാൻ പറ്റില്ല മക്കയെ ചെയ്തിരുന്നത് പോലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയെ തന്നെ ഖിബിലയാക്കി തുടർന്നു. അങ്ങനെ ഒരു 10, 12, 16 ഒരു 1.5 വർഷം അതിനോടടുത്ത കാലയളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയെ ഖിബിലയാക്കി നിസ്കരിക്കണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആഗ്രഹമുണ്ട് കഅബ ഒന്ന് ഖിബിലയാക്കി കിട്ടിയിരുന്നെങ്കിൽ എന്ന്. സഹാബക്കൾക്കും ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ യഹൂദികൾ അതും ഇതും പറയാൻ തുടങ്ങി. യഹൂദികൾ പറഞ്ഞതാ പിന്നെ മുഹമ്മദ് നമ്മുടെ കഅബയാണ് ഖിബിലയാക്കി ഇതാക്കണത്, അപ്പോൾ നമ്മുടെ മതോട് ശരി, അങ്ങനത്തെ കിംവദന്തിയൊക്കെ അവരുടെ ഇടയിൽ നിന്ന് പരക്കാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വഹാബത്തിനും അല്ലെങ്കിലും കഅബയെ ഒന്ന് ഖിബിലയാക്കി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മാനത്തേക്ക് നോക്കുമായിരുന്നു എന്നാണ്. വഹ്യ് ലഭിച്ചിരുന്നെങ്കിൽ, കഅബയെ ഖിബിലയാക്കി കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു 1.5 വർഷം ഇതിനടുത്ത ആ കാലയളവ് കഴിയുമ്പോൾ വഹ്യ് ഇറങ്ങണം. സൂറത്തുൽ ബഖറയുടെ 144-ാമത്തെ ആയത്ത്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക, ഞാൻ കാണുന്നുണ്ട്, തഖല്ലുബ വജ്ഹിക, താങ്കളുടെ മുഖത്തിന്റെ തിരിഞ്ഞു നോട്ടം, ഫിസ്സമാ, ആകാശത്തിലേക്ക്. ആകാശത്തിലേക്ക് താങ്കൾ നോക്കുന്നത് വഹ്യം പ്രതീക്ഷിച്ച് കഅബ ഖിബിലയാക്കി കിട്ടോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള താങ്കളുടെ നോട്ടം അത് ഞാൻ കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ. ഫലനുവല്ലിയന്നക, ഇപ്പോൾ ഞാൻ താങ്കളെ തിരിച്ചിരിക്കുന്നു, ഖിബ്ലതൻ, ഒരു ഖിബിലയിലേക്ക്, തർദാഹാ, താങ്കൾ തൃപ്തിപ്പെട്ടതായ ഒരു, താങ്കൾ ഇഷ്ടപ്പെടുന്നതായ ഒരു കഅബയിൽ ഖിബിലയിലേക്ക് അഥവാ കഅബയിലേക്ക് താങ്കൾ തിരിഞ്ഞുകൊള്ളിൻ. ഫവല്ലി വജ്ഹക, താങ്കളുടെ മുഖത്തെ തിരിച്ചോ, ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന് നേരെ, കഅബയ്ക്ക് നേരെ. ആയത്തിറങ്ങി. അപ്പോൾ മുതലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ ഖിബ്ലയായി സ്വീകരിച്ചത്. നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം ഉണ്ടായിരുന്നു കഅബയെ ഖിബ്ലയായി കിട്ടണം. പക്ഷെ ആ ഒരു 1.5 വർഷത്തോളം കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല, കഅബയെ ഖിബ്ലയായി സ്വീകരിച്ചിട്ടില്ല. എന്തേ? അള്ളാഹിന്റെ റസൂലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടില്ല. ദീനില് കൈകടത്താൻ ഒരാൾക്കും ഇല്ല. അള്ളാന്റെ മാത്രം അധികാര പരിധിയിൽപ്പെട്ടതാണ് ദീൻ എന്താകണം, ദീൻ എങ്ങനെയാകണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സഹാബാക്കൾ അങ്ങനെ താബിഈങ്ങൾ വരെ കൈമാറി വന്നിട്ടുണ്ട്. അപ്പൊ ആ ദീൻ അങ്ങനെ തന്നെ നമ്മൾ പഠിക്കാനും ആചരിക്കാനും ജീവിതത്തിൽ പുലർത്താനും ശ്രദ്ധിക്കണം. അതിൽ ഒരു വിധത്തിലും
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കോലത്തിലേക്ക് ദീന് നമുക്ക് കൊണ്ടുപോകാൻ ഒരു വകുപ്പില്ല. അങ്ങനെ കൊണ്ടുപോയാൽ നമ്മൾ വഴികേടിലാവും. നസ്രാണികൾ, ക്രിസ്ത്യാനികൾ, നസാറാക്കൾ വഴികേടിലായതുപോലെ വഴികേടില്ല. അവർക്ക് സംഭവിച്ച പിഴവതാണ്. അവർക്ക് സംഭവിച്ച അദീബിന് ഹാത്തിം അത്തായി സഹാബി മുസ്ലിം ആവണതിന് മുമ്പ് നസ്രാണിയായിരുന്നു. അങ്ങനെ ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോടെയാണ് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ എന്നുള്ള ആയത്തോടെയാണ്. അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ രക്ഷാദികളായി സ്വീകരിച്ചു, അർബാബുകളായി, റബ്ബുകളായി സ്വീകരിച്ചു എന്ന് ആശയം പറഞ്ഞ ആയത്ത്, അഥവാ നസാറാക്കള്. അപ്പോൾ ആ സ്വഹാബി ചോദിച്ച്, അങ്ങനെ അവർ റബ്ബുകളാക്കി സ്വീകരിക്കില്ലല്ലോ, അവരുടെ പുരോഹിതന്മാരെയും അവരുടെ പണ്ഡിതന്മാരെയും റബ്ബുകളാക്കി സ്വീകരിക്കുന്ന ഒരു പരിപാടി അവർക്കില്ലല്ലോ എന്ന രൂപത്തിൽ അദീബിൻ ഹാത്തിം അത്തായി റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ശരി, അങ്ങനെയാണെങ്കിൽ അലൈസ യുഹദ്ദിമൂന മാ അഹല്ലല്ലാഹ് ഫതുഹദ്ദിമൂനഹു വയുഹില്ലൂന മാ ഹറമല്ലാഹ് ഫതുഹില്ലൂനഹു. അവരുടെ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ അവർക്കൊരു കാര്യം ദീനിലെ ഹലാലാണെന്ന് പറയും. അത് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യമായിരിക്കും അവരെ ദീനിൽ. പക്ഷെ അവരുടെ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ എന്താക്കും? അത് ഹലാലാണെന്ന് പറയും. അപ്പോൾ അവരത് ഹലാലായി സ്വീകരിക്കൂലേന്ന് ചോദിച്ചു. അപ്പോൾ അതിനകത്ത് അത് സ്വീകരിക്കും. ഇനി അള്ളാഹു ഹലാലാക്കിയിട്ടുള്ള, അവരെ ദീനിലെ ഹലാലാക്കിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, അത് അവരുടെ ഉസ്താദന്മാർ, അവരുടെ പുരോഹിതന്മാർ, അവരുടെ പണ്ഡിതന്മാർ ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഹറാമാക്കി സ്വീകരിക്കൂലേ, അഥവാ നസ്രാണികളെ ഹറാമാക്കി സ്വീകരിക്കൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അതെ, ബല, അത് സ്വീകരിക്കും. അപ്പോൾ പറഞ്ഞു ഫതിൽക ഇബാദത്തുഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ? ഫതിൽക ഇബാദത്തുഹും. അത് അള്ളാഹ് ദീനിലെ ഹലാലാക്കി ഒന്ന് ഒരു ഹറാമാക്കിയപ്പോൾ ഒരു ഹറാമാക്കി, അള്ളാഹ് ഹറാമാക്കി വന്ന് പണ്ഡിതന്മാർ ഹലാലാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹലാലാക്കി. അത് അവർക്കുള്ള ഇബാദത്താണ്, അവരെ റബ്ബുകളാക്കി സ്വീകരിക്കുക. കാരണം ദീനിൽ അള്ളാഹ്ക്ക് മാത്രമേ ഒരു കാര്യത്തെ ദീനാക്കാനുള്ള അവകാശമുള്ളൂ. അത് പണ്ഡിതന്മാർക്ക്, പുരോഹിതന്മാർക്ക് വിട്ടുകൊടുത്താൽ ഒരു അള്ളാഹിൻ്റെ ഒരു അധികാര പരിധിയിൽ നമ്മൾ കൈകടത്തുകയാണ്. ഒരു ഷിർക്കിൻ്റെ ഒരു നൗആണ്, ഒരു ഇനമാണ് അതിലൂടെ വരണത്. അപ്പോൾ അത്രമേൽ ഗൗരവമുണ്ട് ബിദ്അത്തിന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീന്, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ പഠിപ്പിച്ചത്, എങ്ങനെയാണോ നമ്മിലേക്ക് എത്തിയത്, അങ്ങനെ തന്നെ ചെയ്യാനുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. ഒരു നിർബന്ധം. സുബഹി നിസ്കാരം അത് 2 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം പഠിപ്പിച്ചു അങ്ങനെ നിസ്കരിക്കും. നമുക്ക് നല്ലതിൽ നിന്ന് 3 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമോ? നമ്മൾ നിസ്കരിക്കൂല. ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം, പിന്നെ റുക്കൂഅ, പിന്നെ ഇഅ്തിദാൽ, പിന്നെ സുജൂദാണ്. നമുക്കൊരാഗ്രഹം തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് നേരെ സുജൂദിലേക്ക് പോവാം, പിന്നെ റുക്കൂഅയിലേക്ക് വരാം. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് 2 റക്അത്താണെന്നും ആ 2 റക്അത്തിന്റെ രൂപം എങ്ങനെയാണെന്നും അത് ഇന്ന സമയത്താണ് നിസ്കരിക്കേണ്ടതെന്നും ഇന്ന സമയം കഴിഞ്ഞാൽ അത് നിസ്കരിക്കാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകടത്താൻ പറ്റൂല. അവിടെ കൈകടത്തലുകൾ വന്നാൽ അവിടെ ബിദ്അത്ത് വരും. അപ്പോൾ അത് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ തന്നെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അറിവില്ലാത്ത കാര്യം അറിവുള്ളവരോട് നമുക്ക് ചോദിക്കാം, അത് അങ്ങനെ തന്നെയാണ് ചോദിച്ച് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചത്. പക്ഷേ ദീനിനോട് എതിരാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടും, ഖുർആൻ ആയത്തിനോട് എതിരാണ്, ഹദീസിനോട് എതിരാണ്, പ്രമാണങ്ങളോട് എതിരാണ് ഈ പണി ദീനിന്റെ പേരിൽ ചെയ്യണമെന്ന് അറിയിട്ടും പിന്നെ ഒരു നവർമേറ്റ് വരണത് നമ്മൾ ഗൗരവത്തിൽ കാണുക തന്നെ വേണം. ദീനിനോട് എതിരാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ദീനിനെ മുറുകെ പിടിക്കുക തന്നെ ചെയ്യണം. അതൊരു വിഷയത്തിലും ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ദീനിന്റെ പേരിൽ ചെയ്യണ എല്ലാ കാര്യങ്ങൾക്കും ദീനിനോട് യോജിക്കണം, ഇതിന് എതിരാവരുത്. ദീനിനോട് യോജിക്കണം, എതിരാവരുത്. നമുക്കിപ്പോൾ കുറേ സുബ്ഹാനല്ലാഹ് പറഞ്ഞൂടെ? ഒരിടത്തിരുന്ന് സുബ്ഹാനല്ലാഹ് പറയാം, പ്രശ്നമില്ല. എന്താ തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ദിക്റിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, ധാരാളം ദിക്ർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദിക്ർ ചെയ്യാം. നമുക്ക് ഖുർആൻ പാരായണം ചെയ്യണം, ഇവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യണം. 2 ജുസ് ഓതാൻ തീരുമാനിച്ചു, ഓതിക്കൂടെ? ഓതാം. അതെന്താ? ഖുർആൻ പാരായണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കൽപ്പിച്ചതാണ്. പക്ഷേ
ഈ ഇവിടെ ഇരുന്ന് 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അതിന് ഇന്ന കൂലിയുണ്ട്. ഞാൻ ഇരുന്ന് ഓതയാണ്. അതിന് തെളിവ് വേണം. അവിടെ 1000 എണ്ണം എന്നൊരെണ്ണം ദീനിൽ പുതുതായിട്ട് കയറി, അത് ചെയ്താൽ ഇന്നൊരു കാര്യം കിട്ടുമെന്ന് പുതുതായിട്ട് കയറി, അതിന് തെളിവ് വേണം. ഖുർആൻ ഓതുന്നതിനല്ല, ഖുർആൻ ഓതുന്നതിന്റെ പ്രത്യേക എണ്ണവും വണ്ണവും അവിടെ കൊടുത്തു. സുബ്ഹാനല്ലാഹ് എത്രയും പറയാം. 1000 10,000 സുബ്ഹാനല്ലാഹ് ഇവിടെ ഇരുന്ന് ചൊല്ലിയാൽ ഇന്ന കൂലിയുണ്ട് എന്ന് പറയണമെങ്കിൽ ആ പറയണതിന് ദലീല് വേണം. സുബഹി നിസ്കാരം 2 റക്അത്ത് നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ എല്ലാ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാം. അതിന് തെളിവ്. ഇപ്പൊ നമ്മളിവിടെ ഇത് പഠിക്കേണ്ടത്, ഇവിടത്തെ ഈ ഭാഗത്തിന്റെ പേരെന്താ? ദീന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ശ്രേഷ്ഠതകൾ അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന വെള്ളിയാഴ്ച അസറിന്റെ ശേഷം ഇവിടെ ഇരുന്ന് ഈ രൂപത്തിൽ നമ്മൾ ദർസ് നടത്തുന്നതിന് ഇന്ന കൂലിയുണ്ട് എന്നുള്ള വിശ്വാസം വന്നാലോ അവിടെയാണ് വിദഅത്ത് അടങ്ങിക്കൊടുക്കുന്നത്. ഞാൻ ഒരു ഒറ്റനോട്ടത്തിൽ പറഞ്ഞതാണ്. ഒന്നുകൂടി മാനദണ്ഡം വെച്ച് പണ്ഡിതന്മാര് പറഞ്ഞ 6 കാര്യങ്ങൾ ഞാൻ പറയണം. ഒരു ഇബാദത്ത്, ആ ഇബാദത്തിലേക്ക് ബിദ്അത്ത് കടന്നു വരാം, അഥവാ ആ ഇബാദത്തായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ദീനുമായിട്ട് യോജിച്ച രൂപത്തിലാകണം. ഇനി തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങളെ വെച്ച് പണ്ഡിതന്മാർ 6 എണ്ണം എണ്ണിയിട്ടുണ്ട്. ഒന്നാമത്തത്, ഒരു ഇബാദത്ത് ചെയ്യാൻ നമ്മളൊരു പ്രത്യേക കാരണം പറയണമെങ്കിൽ അത് നമുക്ക് ദീനിൽ തെളിവ് വേണം. പ്രത്യേകം കാരണം, അസ്സബബ്. ഇപ്പൊ സുബഹി നിസ്കാരത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിന് ഒരു 2 റക്അത്ത് നിസ്കാരം. അപ്പൊ സുബഹിക്ക് മുമ്പ് എന്നുള്ളതാണ് ആ നിസ്കരിക്കാൻ സുബഹി നിസ്കാരം മുമ്പ് എന്നുള്ളത് വെച്ച കാരണം. നമ്മൾ നാളെ സുബഹിക്ക് ശേഷവും 2 റക്അത്ത് നിസ്കരിക്കുകയാണ്, ഇതേപോലെ ഒരു കൂലിയും പറഞ്ഞിട്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ 2 റക്അത്ത്, അതിന് നമുക്ക് തെളിവ് വേണം. അപ്പൊ തെളിവ് ഇല്ലാത്ത നിസ്കാരം എന്ന ഇബാദത്ത് ഓക്കെയാണ്, അതിന്റെ രൂപമൊക്കെ കറക്റ്റാണ്. പക്ഷെ ആ നിസ്കാരം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അവൻ നിസ്കരിക്കാൻ സ്വീകരിച്ച കാരണം ഉണ്ടല്ലോ, അത് ദീനില്ലാത്തതാണ്. 5 നേരം നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തോടെ ഇരുന്ന് ദുആ ചെയ്യാം, ആമീൻ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിന് തെളിവാണ്. അവിടെ പ്രത്യേക ഒരു കാരണം വെച്ച് 5 നേരം നിസ്കാരം കഴിയുക എന്നുള്ളത് കൂട്ടപ്രാർത്ഥനയ്ക്കുള്ള ഒരു കാരണമാണ്, കൂട്ടായിട്ട് ദുആ ചെയ്യാനുള്ള കാരണം. അപ്പൊ സബബ്, നമ്മളൊരു ഇബാദത്ത് ചെയ്യാൻ ദീനിന്റെ പേരിൽ പ്രത്യേക കാരണം പറയണമെന്നുണ്ടെങ്കിൽ അതിന് ദലീല് വേണം. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തത്, ചില ഇബാദത്തുകൾക്ക് വർഗം ജിൻസ് പറഞ്ഞതുണ്ടാവും. ഓ, ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ ഉദ്ഹിയ ഇബാദത്താണ്. ഉദ്ഹിയയ്ക്ക് അതിന്റെ രൂപവും എണ്ണമൊക്കെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആട്, മാട്, ഒട്ടകങ്ങളെ അറുക്കാനുള്ളത്. ഒരാള് കുതിരയെ ഉദ്ഹിയ കൊടുക്കണം. ആടിനേക്കാൾ മാടിനേക്കാൾ പവർ ഉള്ളതാണല്ലോ കുതിര. ഞാൻ ഇപ്രാവശ്യം ഉദ്ഹിയത്ത് കുതിരയാണ് പറഞ്ഞാൽ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വർഗത്തിനേക്കാൾ മേന്മ കൂടിയതായിക്കോട്ടെ കുറഞ്ഞതായിക്കോട്ടെ അതിലല്ല കാര്യം. അള്ളാഹു പഠിപ്പിച്ചത് എന്ത്? അതിലാണ് കാര്യം. ആട്, മാട്, ഒട്ടകോ എന്നുള്ള വർഗം ആണ് അള്ളാഹു പഠിപ്പിച്ചത്. അത് പഠിപ്പിക്കാത്തതായ ഒരു വർഗം ആ വിഭാഗത്തിലേക്ക് നമുക്ക് കൂട്ടാൻ പറ്റൂല. അൽ ജിൻസ്, അതാണ് രണ്ടാമത്തെ കാര്യം. ചില ഇബാദത്തുകൾ അള്ളാഹു വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർഗം അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആവണം. അതുപോലെ തന്നെ അൽ ഖദർ അഥവാ എണ്ണം. സുബഹിക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് 2 റക്അത്ത് എന്നുള്ള എണ്ണം. ളുഹറിന് 4 റക്അത്ത് എണ്ണം, അസർ 4 റക്അത്ത് എണ്ണം. ആ എണ്ണയെ പറ്റുള്ളൂ എന്ന് പഠിപ്പിച്ചു. അപ്പൊ അത് അങ്ങനെയേ പറ്റുള്ളൂ. എണ്ണം പ്രത്യേകം പഠിപ്പിച്ച് ഇബാദത്തുകൾക്ക്, ഇപ്പൊ ഉദു കഴിയുമ്പോൾ കൈ കഴുകുമ്പോൾ 1 തവണ കഴുകൽ നിർബന്ധമാണ്, 2 തവണ കഴുകൽ സുന്നത്താണ്, 3 തവണ കഴുകൽ സുന്നത്താണ്. അപ്പോ അവിടെ എണ്ണം പഠിപ്പിക്കപ്പെട്ടു. 1 നിർബന്ധമാണെന്നും 2, 3 സുന്നത്താണെന്നും. ഒരാൾ എപ്പോഴും ഉദു എടുക്കുമ്പോൾ 5 തവണ കഴുകണം. അയാളുടെ നിയത്ത് 5 ആണെന്നാണ്. ഉദു എടുക്കുമ്പോൾ 5 തവണ കഴുകണം. അപ്പൊ ദീന് പഠിപ്പിക്കാത്തതായിട്ടുള്ള എണ്ണം വന്നു. സുബഹി 3 റക്അത്ത് നിസ്കരിക്കും പോലെ, അല്ലെങ്കിൽ സുജൂദ് 1 റക്അത്ത് തന്നെ സുജൂദിന്റെ എണ്ണം 3 ആക്കി, 1 റക്അത്തിൽ തന്നെ സുജൂദിന്റെ എണ്ണം 3 ആക്കി. ദീന് പഠിപ്പിച്ച ഇബാദത്താണ്, പക്ഷെ ആ പഠിപ്പിച്ച ഇബാദത്തിന്റെ എണ്ണം ഇവൻ അധികരിപ്പിച്ചു. അതേപോലെ അൽ കൈഫിയ്യ 4മത്തതാണ്. അതിന്റെ രൂപം. നിസ്കാരത്തിന് ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്
നമുക്ക് ആദ്യം തക്ബീറത്തുൽ ഇഹ്റാമാണ്, പിന്നെ റുക്കുആണ്, പിന്നെ ഇഅ്തിദാലാണ്. അതിൻ്റെ ഒരു രൂപമുണ്ട് നിസ്കാരത്തിന്. ആ രൂപത്തിനെ നമ്മൾ മാറ്റാം. അതല്ലെങ്കിൽ ഇതല്ലാത്ത പുതിയൊരു ഇബാദത്ത്, പുതിയൊരു രൂപം നമ്മുടെ നാട്ടിലെ ചില മുസ്ലിം നാമധാരികൾക്കുണ്ട്. ചില തുള്ളലുകൾ, ചില ഓട്ടം, ചില ചാട്ടം, ചിലർക്ക് ഇബാദത്ത്. അപ്പം അങ്ങനത്തെ തുള്ളലും കുത്തും ചാട്ടവും ഒക്കെ ഇബാദത്ത് ആവണമെന്ന് പറയണമെങ്കിൽ ദീനിൻ്റെ പേരിൽ കൊണ്ടുവരുമ്പോൾ അവിടെ തെളിവ് വേണം. ആ രൂപം തെളിവ് വേണം. ആ രൂപത്തിനൊരു പ്രത്യേകത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇരുന്ന് സുബ്ഹാനല്ലാഹ് ഒരു 1000 തവണ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് ഈ ഇരുത്തത്തിൽ 1000 തവണ പറയണതിന് അവൻ പ്രത്യേകം കൽപ്പിക്കണില്ല. അവന് സുബ്ഹാനല്ലാഹ് പറയാന്നുള്ളതിനാണ് ശ്രദ്ധ. അവിടെ ബിദഅത്ത് വരുന്നില്ല. പക്ഷെ അവിടെ ഈ രൂപത്തിൽ പറയണതെന്ന് പറയണമെങ്കിൽ അവിടെ ബിദഅത്ത് വരും. അതാണ് രൂപം. പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഇബാദത്തുകൾക്ക് അതേ രൂപം തന്നെ നമ്മൾ സ്വീകരിക്കണം. 5ാമത്തെ കാര്യമാണ് കാലം, സമാൻ. ചില ഇബാദത്തുകൾക്ക് ആ സമയത്തെ ആ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഹജ്ജ് എല്ലാ മാസവും പോയിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റും? എല്ലാ മാസവും പോയിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റൂല. ഹജ്ജ് ആ മാസത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. റമദാനിലെ നിർബന്ധ നോമ്പ് അത് റമദാനിലെ പിടിക്കാൻ പറ്റും. റമദാൻ അല്ലാത്ത മാസം എൻ്റെ മേൽ നിർബന്ധമാക്കിയ ഇല്ല. ഒരു മനുഷ്യന്റെ ഇസ്ലാം ദീൻ പൂർത്തിയാകാനുള്ള 5 കാര്യങ്ങളിൽ ഒന്നാണ് റമദാനിലെ നോമ്പ്. ഷഹാദത്ത് ശരിയാവണം. ആദ്യം മുസ്ലിം ആണെങ്കിൽ ഷഹാദത്ത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മേൽ നിർബന്ധം 5 നേരം നിസ്കാരമാണ്. 5 നേരം നിസ്കാരം ശ്രദ്ധിച്ചാൽ പിന്നെ അവൻ്റെ മേൽ നിർബന്ധം സക്കാത്താണ്. സക്കാത്തിൻ്റെ പൈസ എത്തിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അളവ് എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ നിർബന്ധം സക്കാത്താണ്. പൈസ എത്തിയിട്ടില്ലെങ്കിൽ ഓക്കെ. പിന്നെ റമദാനിലെ നോമ്പാണ്. അത് നിർബന്ധമാണ്. അത് പിടിക്കാതിരിക്കൽ ഹറാമാണ്. അത് പിടിക്കൽ നിർബന്ധമല്ല എന്ന് വിശ്വസിക്കൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ കുഫ്റാണ്. റമദാനിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ പിടിച്ചാൽ ഒരാൾ വിശ്വസിച്ചാൽ വിശ്വാസം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കുഫ്ർ സംഭവിക്കും. അപ്പൊ ഇസ്ലാം ദീന്, ഒരാളുടെ ഇസ്ലാം ദീന് നിൽക്കണ 5 കാര്യങ്ങളിൽ ഒന്നാണ് റമദാനിലെ നോമ്പ്, നിർബന്ധ നോമ്പ്. അപ്പൊ ആ നിർബന്ധ നോമ്പ് റമദാൻ അല്ലാത്ത മാസം പിടിച്ചാലോ ഇല്ല. ആ നിർബന്ധ നോമ്പിന് അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് റമദാൻ. അപ്പൊ ആ നിർബന്ധ നോമ്പിന് അള്ളാഹ് വെച്ച സമയമാണ്. അതല്ലാത്ത സമയം നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ഹജ്ജിന് അള്ളാഹ് വെച്ച സമയമാണ്. അപ്പൊ സമയം ദീൻ പഠിപ്പിച്ചതിന് ആ സമയം നമ്മൾ പാലിക്കണം. 6 അൽ മക്കാൻ, സ്ഥലം. ചില ഇബാദത്തുകൾക്ക് അള്ളാഹു സ്ഥലം പറഞ്ഞിട്ടുണ്ടാവും. ഉംറ ചെയ്യണമെങ്കിൽ നമ്മൾ മക്കത്ത് തന്നെ പോകണം. ഇവിടെ ഒരു കാബ കെട്ടിപ്പണിതിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ തവാഫ് ചെയ്യാൻ നോക്കിയാൽ കാബ മോഡലിൽ ഒരു കെട്ടിട്ടുണ്ടാക്കിയാൽ പറ്റൂല. അവിടെ തന്നെ പോകണം. എഴുത്തിക്കാഫ് ഇരിക്കണമെങ്കിൽ പള്ളിയിലിരിക്കണം. നമ്മളെ വീട്ടിൽ എഴുത്തിക്കാഫ് ഇരിക്കാൻ ഒരാൾ നെയ്യത്താക്കി. വീട്ടിൽ എപ്പോഴും 5 നേരം നിസ്കാരം നടക്കണതിൻ്റെ റൂമുണ്ട്. ഖുർആനോത്ത് എല്ലാ ദിവസവും ഖുർആനോത്തുന്ന റൂമാണ്. ഇബാദത്തുകൾ മാത്രമേ ചെയ്യുള്ളൂ. പള്ളി പോലെ കൊണ്ടു നടക്കുന്നതാണ് പറ്റൂല. അവിടെ എഴുത്തിക്കാഫ് പറ്റൂല. എഴുത്തിക്കാഫ് പറ്റണമെങ്കിൽ പള്ളിയിലേ പറ്റൂ. എഴുത്തിക്കാഫ് എന്ന ഇബാദത്തിന് അള്ളാഹ് വെച്ചതാണ് പള്ളി. അപ്പം അവിടെ നമുക്ക് ആ ഇബാദത്തിന് വേറൊരു സ്ഥലം നിയമിക്കാൻ പറ്റൂല. അത് എന്നെ കൊടുക്കണം. അപ്പൊ ഈ 6 കാര്യങ്ങൾ പണ്ഡിതന്മാരെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യണ ഇബാദത്തിൽ തന്നെ ഈ 6 കാര്യങ്ങൾ പ്രത്യേകം വന്നതാണെങ്കിൽ അത് നമ്മൾ ആ മതം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നിൽക്കണം. 1 കാരണം, അസബബ്. 2 വർഗം, അൽ ജിൻസ്. 3 എണ്ണം, അൽ ഖദർ. 4 എണ്ണവും വണ്ണവും. 4 അൽ കൈഫിയ, രൂപം. 5 സമയം, അസ്സമാൻ. 6 സ്ഥലം, അൽ മക്കാൻ. ഈ 6 കാര്യങ്ങൾ. ഇനി ഇതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഇബാദത്താക്കിയ കാര്യങ്ങളുണ്ടോ? ആ ഇബാദത്താക്കിയ കാര്യങ്ങളിൽ ഈ 6 പ്രത്യേകം പഠിപ്പിച്ചിട്ട് ഉണ്ട് എങ്കിൽ അതങ്ങനെ തന്നെ സ്വീകരിക്കണം. അതല്ലാത്തതൊന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഇനി അള്ളാഹ് പഠിപ്പിക്കാത്ത ഒന്നാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അത് ആ ഉണ്ടാക്കലോട് കൂടി തന്നെ ബാത്തിലായി. പിന്നെ അതിൽ ഈ പ്രത്യേകിച്ച് ഒരു സമയം, പ്രത്യേക കാലമൊന്നുമില്ല. 5 വക്ത് നിസ്കാരം അള്ളാഹ് നിർബന്ധമാക്കിയിട്ടുള്ളൂ. ഒരാൾ പറയണ് 6ാമത്തെ ഒരു വക്തും കൂടി ഉണ്ട് എന്ന് പറഞ്ഞൊരു പേര് വിട്ട് ഒരു സമയം ഇട്ടാൽ അത് സ്വതന്ത്രമായി തന്നെ ബിദ്അത്തായ കാര്യമാണ്. അതിലും പ്രത്യേകിച്ച് ഇനി അതിന്റെ സബബും ജിൻസും ഒന്നും നോക്കാനില്ല. അതല്ല എങ്കിൽ നേരെ തിരിച്ച് 5 വക്തുണ്ടെന്ന് പറഞ്ഞു ഒരാൾ പറയണ 4 വക്തേ ഉള്ളൂ. മുമ്പ് കുറെ ടീം അങ്ങനെ പറഞ്ഞു പോയതാണ് നമ്മളെ കേരള നാട്ടിൽ. അതുകൊണ്ടിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ പഠിപ്പിക്കാത്ത ഒന്ന് ദീനിന്റെ പേരിൽ പുതുതായി കൊണ്ടുവരൽ ബിദ്അത്താണെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതിന്റെ നേരത്തെ എതിർവശം കൂടെ ഉണ്ട്. പഠിപ്പിച്ചത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ പഠിപ്പിച്ച ഒരു കാര്യം ദീനല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. പഠിപ്പിക്കപ്പെട്ടത് ദീനിന്റെ പേരിൽ ഒഴിവാക്കാം. അത് ഒഴിവാക്കലാണ് ദീൻ എന്ന് പറയാം. 4 വക്താണ് നിസ്കരിക്കേണ്ടതെന്ന് ഒരാൾ വാദിച്ചു. 5ാമത്തെ ഒരു വക്ത് കുഫ്രാവണ വിഷയമാണ്, വേറെ വിഷയം, അത്രയും ഗൗരവമുള്ളതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ദീനിന്റെ പേരിൽ ചെയ്യുമ്പോഴും ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദീനിന്റെ പേരിൽ ഒഴിവാക്കുമ്പോഴും ബിദ്അത്താണ്. ആണ് സുന്നത്ത് രണ്ടും ഉണ്ടെന്ന് പറയും. ചെയ്യണ സുന്നത്തും ഒഴിവാക്കണ സുന്നത്തും. അള്ളാഹിന്റെ ദീനിൽ അള്ളാഹു 5 നേരത്തെ നിസ്കാരമാണ് നിർബന്ധമാക്കിയത്. 6ാമതൊരു നേരം നിർബന്ധമാണെന്ന് പറഞ്ഞ് നമ്മൾ ആരും നിസ്കരിക്കൂല. ആ നിസ്കരിക്കാതിരിക്കലാണ് സുന്നത്ത്. 6ാമതൊരു വക്ത് നമ്മൾ പുതുതായി ഉണ്ടാക്കാതെ ദീൻ ആചരിച്ചു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ കോലത്തിൽ കൊണ്ടുപോവുകയാണ്. അത് സുന്ന അത്തർക്കിയ എന്ന് പറയും, ഒഴിവാക്കൽ. അള്ളാഹു ദീനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നും നമ്മൾ ചെയ്യാതെ പോകൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യാതെ പോകൽ സുന്നത്താണ്. അത് ആ കാര്യങ്ങൾ ഒഴിവാക്കൽ സുന്നത്താണ്. ഏതുപോലെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്, അത് സുന്നത്തായതുപോലെ. അപ്പൊ ഇതാണ് ഒരു കുറഞ്ഞ സമയം കൊണ്ട് അങ്ങനെ ആറ്റിക്കുറുക്കി ബിദ്അത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ പറയാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ശുബ്ഹാത്തുകൾ ഉണ്ടാവും. ഇത് ബിദ്അത്താവോ, ഇത് ബിദ്അത്താവൂലേ, അങ്ങനെ ചില ഡൗട്ടുകളുടെ കാര്യങ്ങളുണ്ടാവും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇപ്പം ലൈറ്റ് ഉണ്ട്, ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ ലൈറ്റ് സ്വീകരിച്ച് ഒരു വീഡിയോ സ്വീകരിച്ച് അത് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് വിടുകയാണ്. ഇതൊക്കെ ദീനിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് യൂട്യൂബ് ഉണ്ടായിരുന്നു. ചങ്ങായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വീഡിയോ എടുത്തിരുന്നു ചങ്ങായി ഒരാൾ എന്ന് പറഞ്ഞാലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് വിടുക, വീഡിയോ എടുക്കുക എന്നുള്ളതിനെ സ്വതന്ത്രമായ ഒരു ഇബാദത്തായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവിടെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടാ യൂട്യൂബിൽ ക്ലാസ് എടുക്കൽ സ്വതന്ത്രമായ ഒരു ഇബാദത്താണ്? ഇല്ല. പിന്നെ ഇബാദത്ത് എന്താണ്? ഇബാദത്ത് ദീന് പഠിപ്പിക്കലാണ്. ഇബാദത്ത് ദീന് പഠിക്കലും പഠിപ്പിക്കലാണ് ഇബാദത്ത്. ആ ഇബാദത്തിന് അത് സുഗമമായി ചെയ്യാൻ സ്വീകരിച്ച വഴിയാണ് യൂട്യൂബിലൂടെ അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്, അത് വീഡിയോ എടുക്കുക എന്നുള്ളത്. വീണ്ടും കാണാൻ പറ്റും. ഇന്നിപ്പോൾ ഈ കസേര സ്വീകരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലത്തെ കസേര ഉണ്ടാ, കസേരയില്ല. പിന്നെ ഇത് എന്തിനാണ് മതം പഠിപ്പിക്കാൻ വേണ്ടി സ്വീകരിച്ചത്? ഇതാ ഇബാദത്ത് സുഗമമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യത്തിനാണ്. ഈ കസേര സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഇബാദത്തായിട്ട് ഇവിടെ ആരും വിശ്വസിക്കണില്ല. അതാണ് ചില സംസ്ഥക്കാര് ആൾക്കാരെ വട്ടാക്കാൻ വേണ്ടി ചോദിക്കും. ഇപ്പോഴും പറയും നിങ്ങൾ മദ്രസ ഉണ്ടാക്കല്, സമ്മേളനം നടത്തല് അവരും ചെയ്യുന്നുണ്ട്, എന്നാലും അവർ പറയാൻ വേണ്ടി പറയും. അതൊക്കെ എന്താണ്? അതൊന്നും ഇവിടെ ഒരു ഇന്ന ദിവസത്തിൽ ഇന്ന സമ്മേളനം നടത്തല് പ്രത്യേക ഇബാദത്താണെന്ന് ആരും വിചാരിക്കണില്ല. ദീന് ദഅവത്ത് ചെയ്യലാണ് ഇബാദത്ത്. അതിനു വേണ്ടി, അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരു ദിവസവും ഒരു സമയവും സ്വീകരിച്ചതാണ്. ആ സമയത്തിനും ആ ദിവസത്തിനും പ്രത്യേകത കൽപ്പിക്കുന്നുണ്ടോ അപ്പൊ ബിദ്അത്താണ്. ഇന്ന സമയത്ത് നടത്തുന്നതിന് കൂലിയുണ്ട് അങ്ങനെ പറയണമെങ്കിൽ അത് ദീൻ പറയണം. എല്ലാ സമയത്തും ദീന് ദഅവത്ത് ചെയ്യണതിന് കൂലിയുണ്ട്. അപ്പോൾ ഒരു സമയം ജനങ്ങളെ സൗകര്യത്തിന് തിരഞ്ഞെടുത്തു. ഇന്നിപ്പോൾ 11 മണിക്ക് ക്ലാസ് വെച്ചാലും കൂലി കിട്ടൂലേ? കിട്ടും. സുബഹിക്ക് ശേഷം 8 മണിക്ക് ക്ലാസ് വെച്ചാലും കൂലി കിട്ടൂലേ? കൂലി കിട്ടും. പക്ഷെ ഈ ആൾക്കാർ എത്തിക്കൊള്ളണമെന്നില്ല. ഈ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു സമയം, സൗകര്യമാണ് അസറിന്റെ ശേഷമുള്ള സമയം. അപ്പൊ ആ സൗകര്യം പ്രമാണിച്ചാണ് നമ്മൾ അസറിന്റെ ശേഷമുള്ള സമയം തിരഞ്ഞെടുത്തത്. അപ്പൊ ഇബാദത്തുകൾ സൗകര്യത്തിന് ചെയ്യാൻ വേണ്ടി ദുനിയാവിന്റെ സൗകര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ബിദ്അത്തല്ല. അതിന് ഫിഖ്ഹിന്റെ ഭാഷയിൽ പറയുന്ന പേരാണ് അൽ മസാലിഹ് അൽ മുർസല. അൽ മസാലിഹ് അൽ മുർസല ബിദ്അത്താണ് പറയുന്നത്. ബിദ്അത്തല്ല, അത് മസ്ലഹ മുർസല ആണ് എന്ന് പറയും. അതിനാണ് ഈ മൈക്ക്, മദ്രസ, ക്ലാസ് ഒക്കെ അതാണ്. റസൂലുള്ളാഹിന്റെ മദ്രസ മദ്രസ ഇല്ല. പക്ഷെ ഇന്ന് ചെയ്യാത്ത വേറെ പലതും റസൂലുള്ളാഹിന്റെ കാലത്തിന്റെ സ്വഹാബാക്കൾ, താബിഈങ്ങൾ അവരുടെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വന്നപ്പോൾ അവർ കുറെ ചെയ്തിട്ടുണ്ട് ദീന് ദഅവത്ത് ചെയ്യാൻ വേണ്ടി. അവരുണ്ടാക്കിയ മദ്രസയുടെ ഒരു രൂപമുണ്ട്, അവർ പഠിപ്പിക്കാൻ അവരെ ഹദീസ് എഴുതിയിരുന്ന ഒരു കോലമുണ്ട്, അവരായത്ത് പഠിപ്പിച്ചിരുന്ന ഒരു കോലമുണ്ട്. അത് ഇന്ന് സ്വീകരിക്കുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് അതായിരുന്നു സൗകര്യം. അത് അവർ ഇബാദത്ത് ചെയ്യാൻ, ദീൻ പഠിക്കാൻ വേണ്ടി അന്നത്തെ കാലത്തിന്റെ സൗകര്യം അനുസരിച്ച് അവർ സ്വീകരിച്ചു. അത് ഇബാദത്തിന്റെ സൗകര്യത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ദുനിയാവിന്റെ സൗകര്യങ്ങളാണ്. അത് ദീനിലേക്ക് അതിനെ സ്വതന്ത്രമായി ഒരാൾ കയറ്റുന്നില്ല. അങ്ങനെ ബുദ്ധിയുള്ള വിശ്വസിക്കൂല. ഈ വീഡിയോ എടുക്കുക എന്നുള്ളത് സ്വതന്ത്രമായ ഒരു ഇബാദത്തായാൽ അവിടെ ബിദ്അത്ത് വരും. അങ്ങനെ ആരും വിശ്വസിക്കണില്ല.
മറിച്ച് അള്ളാഹു പഠിപ്പിച്ച ഇബാദത്താക്കിയ ഒരു കാര്യം അത് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സൗകര്യം സ്വീകരിക്കണം. അതിന് കൂലി കിട്ടും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമാണ്, സഹാബാക്കൾ പഠിപ്പിച്ചതുമാണ്. ഖുർആൻ ഇന്ന് നമ്മൾ ഓതുന്ന രൂപത്തിൽ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടാകും. ഇന്ന് നമ്മൾ ഓതുന്ന ഖുർആനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. ആ വാക്കുകളാണ്, ആ വചനങ്ങളാണ്. പക്ഷെ നമ്മളിന്ന് തുറക്കുമ്പോഴത്തെ ചട്ടയും ഫതഹയും കസ്റയും ദമ്മയും ഫതഹ തൻവീനും കസ്റ തൻവീനും ദമ്മ തൻവീനും ഉണ്ടോ? ഒന്നുമില്ല. അതൊരു ചട്ടയിലാക്കിയില്ലേ. ആരാ ചട്ട? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ക്രോഡീകരണം നടന്നില്ലേ? ഒരു തീരിൽ പുതുതായി ഉണ്ടാക്കിയതാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് ഓതിക്കൊടുത്ത ഖുർആൻ, ആ ഖുർആൻ അങ്ങനെ തന്നെ താബിഈങ്ങളിലേക്ക് എത്തണം. ആ ഖുർആനിൽ ഒരു കൂട്ടിക്കടത്തലുകൾ വരാൻ പാടില്ല. ഇനി അത് ഒരു എഴുത്തിലൂടെ സംരക്ഷിക്കപ്പെടാതെ പോയാൽ ഒരുവേള അത് നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ള ഭയം കാരണം അവരത് സംരക്ഷിക്കാൻ തീരുമാനിച്ചു, ഒരു ചട്ടയിലാക്കി. പിന്നെ പിൽക്കാലത്ത് അത് ഓത്തിൽ തെറ്റുവരാതിരിക്കാൻ വേണ്ടി ഹറക്കത്തിട്ട് ആ പണിയൊക്കെ എന്താണ്? അത് മസാലിഹുൽ മുർസലയാണ്. അതൊന്നും ആ ഒരു സ്വതന്ത്രമായിട്ട് ഇബാദത്താണെന്ന് നിലയ്ക്ക് ചെയ്താൽ, പക്ഷെ അള്ളാഹു ഇബാദത്താക്കി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സ്വീകരിച്ച സൗകര്യങ്ങളാണ്. അതിനവർക്ക് കൂലിയുണ്ട്. അത് നെയ്യത്തിലൂടെ അവർക്ക് കിട്ടുന്ന കൂലിയാണ്. ആ മസാലിഹുൽ മുർസലകൾ അവർ സ്വീകരിച്ചത് കൊണ്ട് അവർക്ക് കൂലിയുണ്ട്. കാരണം അവർ അള്ളാഹ് പഠിപ്പിച്ച ദീന്, ആ ദീനിലേക്ക് പുതുതായൊന്നും കൂട്ടാതെ ആ ദീൻ ഏറ്റവും നല്ല സൗകര്യത്തിലും സുഖത്തിലും ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന രൂപത്തിൽ സ്വീകരിച്ച ദുനിയാവിന്റെ സൗകര്യങ്ങളാണ്. അപ്പൊ അതിനവർക്ക് കൂലിയുണ്ട്. അതൊന്നും വിദേഹത്തല്ല. അതൊക്കെ വിശ്വാസം അനുസരിച്ചിരിക്കും. അവന്റെ വിശ്വാസം എന്താണ് അതിനനുസരിച്ചിരിക്കും. അപ്പൊ വിദേഹത്ത് എന്ന് പറഞ്ഞ ഒരു വിഭാഗവും മസാലിഹ് മുർസല എന്ന് പറയുന്ന ഒരു വിഭാഗവും അതിൽ നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ജന്മദിനവും ആഘോഷിക്കുകയാണ്. അത് ദീനിന്റെ പേരിലാണ് ആചരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പേരിലാണ് നമുക്ക് റസൂലായത്. അത് ദീനിന്റെ പേരിൽ ആഘോഷിക്കുമ്പോൾ, അത് ദീനിന്റെ പേരിൽ കൊണ്ടുവരുമ്പോൾ അതിന് തെളിവ് വേണം. അതിന് തെളിവില്ലെങ്കിൽ നമ്മൾ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ദീനിന്റെ പേരിൽ ആഘോഷിക്കുമ്പോൾ അത് ബിദ്അത്താണ് എന്ന് പറയും. എന്നാൽ അതേ ആള് അവന്റെ ജന്മദിനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്ന അതേ ആള് അവന്റെ ജന്മദിനം ആഘോഷിച്ചു, അത് ബിദ്അത്താണ് നമ്മൾ പറയോ? അത് ബിദ്അത്താണ് നമ്മൾ പറയില്ല. അതിന് പറയും ഹറാമാണ്. നേരത്തെ ബിദ്അത്തും മസാലിഹ് മുർസലയും പറഞ്ഞു, അതൊരു വിഷയം. ഇപ്പൊ പറയണത് ബിദ്അത്തും ഹറാമും തമ്മിലുള്ള വ്യത്യാസം. ബിദ്അത്തും ഹറാമും കാരണം എന്താ? അവന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോ നമ്മൾ ബിദ്അത്താണെന്ന് പറയില്ല. കാരണം അവന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അവൻ ദീനാണെന്നൊന്നും ഓൻ വിചാരിക്കണില്ല. അവനൊരു ആഘോഷം, അടിച്ചു പൊളിക്കാൻ വേണ്ടി ആഘോഷിക്കുകയാണ്. അത് നമ്മൾ പറയാൻ ഹറാമാണ്. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് 2 ആഘോഷങ്ങളെ അനുവദിച്ചിട്ടുള്ളൂ, പിന്നെ ഒരു ആഘോഷം അനുവദിച്ചിട്ടില്ല. അപ്പൊ അനുവദിക്കാത്തൊരു കാര്യം ഓൻ ചെയ്തു, ഹറാം. റസൂലുള്ളാഹിന്റെ ദീനിന്റെ പേരിലാണ്. ദീനിലില്ലാത്തത് ദീനിന്റെ പേരിലാണ്, തിന്മയുമാണ്, അതോടൊപ്പം ബിദ്അത്തുമാണ്. കാരണം ദീനിലേക്ക് കൂട്ടിച്ചേർത്തോണ്ട്. ദീനിലേക്ക് കൂട്ടിച്ചേരാതെ അവന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്ത് പറയൂല? ബിദ്അത്താണെന്ന്. കാരണം ദീനുമായിട്ട് ഇതിന് ബന്ധമില്ല. ഓൻ സ്വന്തം ആഘോഷിക്കണമെന്നാണ് ദീന് വിലക്കിയ കാര്യം. അപ്പൊ അതാണ് ഹറാമും ബിദ്അത്തും നമ്മൾ അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ബിദ്അത്തും മസാലിഹ് മുർസലകളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു, ബിദ്അത്തും ഹറാമും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഇനി ഒരു വ്യത്യാസവും കൂടി പറഞ്ഞ് നമ്മൾ എന്റെ സംസാരം ക്രോഡീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ച സുന്നത്താക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. അത് പിൽക്കാലത്ത് സുന്നത്ത് മരിച്ചു പോയിട്ടുണ്ടാവും. ആരും അത് ആചരിക്കാതെ മരിച്ചു പോയിട്ടുണ്ടാവും. അത് അറിയണ ഒരാൾ ആ സുന്നത്ത് വീണ്ടും കൊണ്ടുവന്നു, അത് ബിദ്അത്തല്ല, അത് ഇഹ്യാഉസ് സുനനാണ്. ദീനിന്റെ പേരിൽ ഒരാളും ഇവിടെ സുന്നത്തായ താടി വളർത്തുന്നില്ല. എല്ലാരും ക്ലീൻ ഷേവാണ്. അവർക്ക് ആ സുന്നത്ത് തന്നെ ഇന്നത്തെ കാലമല്ല, ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായെന്ന് വിചാരിച്ചോളി. ഒരാളും താടി വളർത്തുന്നില്ല. അവർക്ക് ആ സുന്നത്ത് അറിഞ്ഞും കൂടാ. അതിൻ്റെ ഇടയിൽ ഒരാൾ പോയിട്ട് സമൃദ്ധമായ താടി വളർത്തി അത് സുന്നത്ത് ദഅവത്ത്, ആ സുന്നത്ത് പ്രകടമാക്കി ജീവിക്കും. അത് ഇഹ്യാഉസ് സുനനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്ത് ഇവിടെ മരിക്കപ്പെട്ട് അതിനെ ജീവിപ്പിക്കണം. അത് ബിദ്അത്തല്ല. മറ്റൊരു നല്ല ഉദാഹരണമാണ് തറാവീഹ്. രാത്രി നമ്മൾ തറാവീഹ് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു.
ജമാഅത്തായിട്ട് തന്നെ നിസ്കരിച്ചു. എത്ര ദിവസം നിസ്കരിച്ചു? 1 ദിവസം, 2 ദിവസം, 3 ദിവസം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർത്താൻ ഒരു കാരണമുണ്ട്. ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു വീണ്ടും ജമാഅത്തായിട്ടുള്ള രാത്രി നിസ്കാരം കൊണ്ടുവന്നു. അതെന്താ? ഉമർ റളിയല്ലാഹു പുതുതായിട്ട് ദീനിൽ ഉണ്ടാക്കിയതോ അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി ഒരു കാരണം കൊണ്ട്. ആ കാരണം ഇല്ലാതായി. അപ്പോൾ ഉമർ റളിയല്ലാഹു ആ സുന്നത്തിനെ വീണ്ടും കൊണ്ടുവന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്, ഉള്ള സുന്നത്ത്, ദീനിൽ ഉള്ളൊരു കാര്യം ആരും അറിയാതെ പോയതിൽ അത് വീണ്ടും ജീവിപ്പിക്കണതാണ് ഇഹ്യാ ഉസ്സുനൻ എന്ന് പറയും. അപ്പൊ ഇഹ്യാ ഉസ്സുനൻ അത് സ്വതന്ത്രമായ ഇബാദത്താണ്. രാത്രി നിസ്കരിക്കുക എന്നുള്ളത് സ്വതന്ത്രമായ ഇബാദത്താണ്. സ്വതന്ത്രമായ ആ നിസ്കരിക്കുക എന്നുള്ള പണി തന്നെ ഇബാദത്തായ ഒരു കാര്യമാണ്. അപ്പൊ അത് വീണ്ടും ചെയ്യലെന്തല്ല, അത് ബിദഅത്തല്ല. അത് സുന്നത്തുകളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അഥവാ എന്താണ് ബിദഅത്തിന്റെ ഗൗരവം പറഞ്ഞു, എന്താണ് ബിദഅത്ത് എന്നുള്ളത് ഒരു ചെറിയ രൂപത്തിൽ പറഞ്ഞു പോയി. പിന്നെ ബിദഅത്തിനെ മനസ്സിലാക്കുമ്പോൾ ബിദഅത്താകുമോ എന്ന് ഡൗട്ട് വരാനുള്ള ചില കാര്യങ്ങൾ, അത് ബിദഅത്താകൂല എന്നതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം മസാലിഹ് മുർസലകളൊന്ന്, ഹറാമായ കാര്യങ്ങളൊന്ന് വേറെ, ഇഹ്യാ സുനൻ സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന കാര്യങ്ങളൊന്ന് വേറെ എന്ന് വിശദീകരിച്ചത്. ഏതായാലും അള്ളാഹുവിന്റെ ദീന് അത് ആചരിക്കുന്നതിന്റെ, അത് മുറുകെ പിടിക്കുന്നതിന്റെ പ്രാധാന്യമാണ് ഇത് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. ഈ ദീനിന്റെ സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആ സംരക്ഷണത്തിന്റെ ഭാഗമാകാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റിയാൽ അള്ളാഹുവിന്റെ വലിയ തൗഫീഖ്, അള്ളാഹുവിന്റെ വലിയ തൗഫീഖ്. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ആചരിക്കുന്ന കാര്യങ്ങൾ, ദീന് എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു നിർബന്ധ ബുദ്ധി വേണം. അതെങ്ങനെ എന്ന് പഠിക്കാൻ കുറച്ച് ത്വര, ആഗ്രഹം ഒന്ന് അധികം വേണം. അത് എങ്ങനെയെങ്കിലും മതി, അത് പറ്റൂല. അതങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയാൽ മതി എന്ന് പറ്റൂല. നമ്മൾ കടയിൽ പോയിട്ട് പെരുന്നാളിന് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ പോലും നമ്മൾ അതിന്റെ ക്വാളിറ്റി ആയിട്ട് മറ്റൊന്ന് മറിച്ചതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ദുനിയാവിൽ എത്രയോ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്. ദുനിയാവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മസലു ദുനിയാ ഫിൽ ആഖിറത വദ്ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുകും ഇസ്ബഅഹു ഫിൽ യം ഫൽയൻദുർ ബിമാ യർജി. ദുനിയാവ് ആഖിറത്ത് തുലനം ചെയ്യുമ്പോൾ നിങ്ങളൊരാളുടെ വിരല് സമുദ്രത്തിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കാം. ആ വിരലിൽ എത്ര ബാക്കിയുണ്ടാവും? അതാണ് ദുനിയാവ്, അതാണ് ദുനിയാവ്. പിന്നെ ഈ കാണുന്നതൊക്കെയും പരലോകമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എത്ര പരലോകത്തിന്റെ വരും? ആ ദുനിയാവിന്റെ വളരെ കുറഞ്ഞ ഒരു വസ്തു നമ്മൾ വാങ്ങുമ്പോൾ കാണിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും വിചാരവും ഒക്കെ എത്ര വലുതാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ ദീന്, ആഖിറത്തിന് വേണ്ടി, നമ്മളെ പരലോകത്തിന് വേണ്ടി, മരണമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അത് ശരിയാൻ വണ്ണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലാകാനുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതുണ്ട്, നിർബന്ധമാണ്. ആവശ്യത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണം. അതിൽ അശ്രദ്ധ കാണിക്കുന്നവർ നമ്മുടെ കുടുംബക്കാരുടെ കൂട്ടത്തിൽ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ കൂട്ടത്തിൽ, നമുക്ക് ആ രൂപത്തിൽ ബന്ധമുള്ള സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരോടത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും നമുക്കൊരു ശ്രദ്ധ വേണം. ദീനിന്റെ വിഷയം ആണ് സഹോദര, അതിൽ കുറച്ച് ശ്രദ്ധ വേണം. എങ്ങനെയെങ്കിലും നീ ചെയ്തു പോകല്ലേ. അള്ളാഹിന്റെ ദീനാണ്, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കോലത്തിൽ ചെയ്യാനുള്ള ഒരു ശ്രദ്ധ നീ കാണിക്കുക എന്ന് പറഞ്ഞ്, അങ്ങനെ അള്ളാഹിന്റെ ദീന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് എപ്രകാരം കൈവിട്ടു പോയി അപ്രകാരം തന്നെ ഞാനും ആചരിച്ച് ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ അഹ്ലുകാരായി, യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ മുഹ്സീനായി ജീവിച്ച് മരിക്കാനും, അങ്ങനെ നാളെ പരലോകത്ത് എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം, അബൂബക്കർ റളിയല്ലാഹുവിനോടൊപ്പം, ഉമർ റളിയല്ലാഹുവിനോടൊപ്പം, ഉസ്മാൻ റളിയല്ലാഹുവിനോടൊപ്പം, അലി റളിയല്ലാഹുവിനോടൊപ്പം, സഹാബാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിന്റെ ഉന്നത പദവികളിൽ എത്തിപ്പെടാൻ നമുക്ക് കഴിയണം. അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അള്ളാഹു പഠിപ്പിച്ച ദീന് അത് പ്രകാരം തന്നെ ആചരിച്ച് അതിന്റെ ആൾക്കാരായി മരിച്ച് അള്ളാഹുവിന്റെ ദീന് യഥാവിധം ആചരിച്ച് മരിച്ചു പോയ സത്യവിശ്വാസികളോടൊപ്പം നാളെ പരലോകത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും വേഗം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ ഏറ്റവും അനുകൂലമായി മാറ്റിയെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും വേഗം അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പുറത്തു തരട്ടെ. ഈ റമദാൻ കഴിയുന്നതോടുകൂടി മുഴുവൻ പാപങ്ങളും
പൊറുക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين واستغفروه من كل ذنب إنه هو الغفور الرحيم.